ജോയ് മാത്യു അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് പാഞ്ചജന്യ കലാ സാംസ്കാരിക വേദി അംഗ്ലേശ്വറിൻ്റെ സെക്രട്ടറി ശ്രീ നന്ദു എൻ നായരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ നാരായണ ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗ്ലേശ്വറിൻ്റെ പ്രസിഡന്റ് ശ്രീ കെ രാജൻ അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നായർ സർവീസ് സൊസൈറ്റി അംഗ്ലേശ്വറിൻ്റെ പ്രസിഡന്റ് ശ്രീ എസ് രാധാകൃഷ്ണപിള്ള അവരെ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് അയ്യപ്പ ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ എം ജി ദേവദാസ് അവരെ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അയ്യപ്പ ക്ഷേത്രം സെക്രട്ടറി ശ്രീ മോഹനൻ പിള്ളൈ അവരെ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഈ വർഷത്തെ ഉത്സവ കമ്മിറ്റി കൺവീനർ ശ്രീ കെ എൻ മധു അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ സാംസ്കാരിക സന്ധ്യയുടെ ആരംഭം കുറിക്കുകയാണ്. അതിനുവേണ്ടി ആദ്യമായി മലയാളി വെൽഫെയർ അസോസിയേഷൻ ട്രഷറർ ശ്രീ ജോയ് മാത്യു അവരെ ക്ഷണിക്കുന്നു. ആദിപരാശക്തിയാ ആകാശദീപപ്രകാശമാ അരൂപനായി എന്നിലുണരണേ അയ്യനേ അടുത്തത് പാഞ്ചജന്യ കലാ സാംസ്കാരിക വേദി സെക്രട്ടറി ശ്രീ നന്ദു എൻ നായർ. മണ്ഡലപ്പൊൻപുലക്കാലമായി മഞ്ഞണി മാമലയിൽ അയ്യപ്പ സ്വാമിതൻ കോവിലിൽ നെയ്യഭിഷേകമാ. അടുത്തത് ശ്രീനാരായണ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീ കെ രാജൻ. മണ്ഡലപ്പൊൻപുലക്കാലമായി മഞ്ഞണി മാമലയിൽ അടുത്തത് നായർ സർവീസ് സൊസൈറ്റി അംഗ്ലേശ്വർ പ്രസിഡന്റ് ശ്രീ എസ് രാധാകൃഷ്ണൻ. അയ്യപ്പ സ്വാമിതൻ കോവിലിൽ നെയ്യഭിഷേകമാ. അയ്യപ്പ ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ എം ജി ദേവദാസ്, സെക്രട്ടറി ശ്രീ മോഹനൻ പിള്ളൈ അവർ. സാംസ്കാരിക സന്ധ്യയാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നീണ്ട പ്രസംഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്കിൽ കൂടി രണ്ട് വാക്ക് വീതം സംസാരിക്കുന്നതാണ്. അതിലേക്ക് ആദ്യമായി മലയാളി വെൽഫെയർ അസോസിയേഷൻ ട്രഷറർ ശ്രീ ജോയ് മാത്യു അവർ. എല്ലാവർക്കും നമസ്കാരം. അംഗ്ലേശ്വർ ശ്രീ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലെ തൃക്കോടിയേറ്റ് മഹോത്സവം ഇന്നു മുതൽ ഇവിടെ ആരംഭിക്കുകയാണ്. ഈ മഹനീയമായ ചടങ്ങിൽ അംഗ്ലേശ്വർ മലയാളി വെൽഫെയർ അസോസിയേഷൻ്റെ പ്രതിനിധി എന്ന നിലയിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഉത്സവ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഈ വർഷവും അംഗ്ലേശ്വർ മലയാളി വെൽഫെയർ അസോസിയേഷനിലെ കുട്ടികളും അമ്മമാരും അവതരിപ്പിക്കുന്ന പ്രോഗ്രാം ഡിസംബർ 6-ാം തീയതി അവതരിപ്പിക്കുന്നതാണ്. ഈ ഒരു ചടങ്ങിൽ ഞങ്ങളെ ക്ഷണിക്കുകയും ക്ഷണിച്ച അമ്പല കമ്മിറ്റിക്കും ഉത്സവ കമ്മിറ്റിക്കും നന്ദി അറിയിക്കുകയും ഇന്നു മുതൽ ഈ വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്ന എല്ലാ കാര്യപരിപാടികൾക്കും എൻ്റെ പേരിലും അംഗ്ലേശ്വർ മലയാളി വെൽഫെയർ അസോസിയേഷൻ്റെ പേരിലുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്തത് ശ്രീനാരായണ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീ കെ രാജൻ അവർ അറിയിക്കണം. സ്വാമി ശരണമയ്യപ്പ. സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഈ തൃക്കോടിയേറ്റത്തിന് അനുബന്ധമായി നടത്തുന്ന ഈ കലാപരിപാടിയുടെ ഉദ്ഘാടനത്തിന്, ഈ ചടങ്ങിന്
എന്നെ ക്ഷണിച്ച കമ്മിറ്റിയുടെ ഭാരവാഹികൾക്കും ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ പിടുത്ത് നടക്കാൻ പോകുന്ന പരിപാടികളുടെ നല്ല വിജയത്തിനായി ശ്രീ നാരായണ ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. എല്ലാം ഭംഗിയായി കലാശിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. സ്വാമി ശരണമയ്യപ്പ. നായർ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് ശ്രീ എസ് രാധാകൃഷ്ണ പിള്ളൈ 2 വാക്ക് പറയും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ദാസർ, അതേപോലെ മലയാളി വെൽഫെയർ അസോസിയേഷൻ്റെ സമുന്നതനായ ട്രഷറർ, അതുപോലെ ശ്രീനാരായണ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സമുന്നതനായ നേതാവും, അതേപോലൊപ്പം തന്നെ പാഞ്ചയാന സാംസ്കാരിക സമിതിയുടെയും അവരുടെയും കുറുപ്പച്ചം പോലെ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നന്ദൻ ഭായിക്കും, അതേപോലെ അമ്പലത്തിലെ സെക്രട്ടറി മോഹൻ ഭായിക്കും, അതേപോലെ ഇവിടെ കൊടിയിരിക്കുന്ന എല്ലാ, അതോടൊപ്പം തന്നെ ഈ അമ്പലത്തിൻ്റെ ഈ വർഷത്തെ കൊടികയറിയിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ പൊന്നമ്പലമേടിൽ നമ്മൾ തിരുവെളുത്തുന്ന പോലെ നമ്മുടെ പൊന്നമ്പലമായ, നമ്മുടെ അഹങ്കാരമായ, നമ്മുടെ ഭക്തിസാന്ദ്രമായ ശ്രീ അയ്യപ്പൻ്റെ തിരുനടയിലും ഇന്ന് കൊടികയറിയിരിക്കുകയാണ്. ഇന്ന് മുതൽ 8 ദിവസം നടക്കുന്ന ഈ മഹനീയമായ കലാവിരുന്നുകൾക്കും അതോടൊപ്പം അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മഹനീയമായ രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും അതോടൊപ്പം തന്നെ ഇങ്ങനെയൊരു കലാപരിപാടികളും ഇങ്ങനെ അമ്പലത്തിൻ്റെ ഒരു സ്ഥിതി വെച്ച് എല്ലാ ജനങ്ങൾക്കും ഒരു വിരുന്നുകൾ ഒരുക്കി കൊടുക്കുന്ന അമ്പലത്തിലെ എല്ലാ അയ്യപ്പ സേവാ സമിതി അംഗങ്ങൾക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ 8 ദിവസം നടക്കുന്ന കലാവിരുന്നുകളിൽ കലാകാരന്മാരും കലാകാരികളും മാത്രം ഇരുന്നതുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ ഇവിടെ കാണുന്നത് പോലെ ആഹാരം മാത്രം പോരാ, നമുക്ക് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ കലാവിരുന്നുകളും ആസ്വദിക്കുവാൻ എല്ലാ ഭക്തരായ ജനങ്ങളും ഒരു താല്പര്യം കാണിക്കണമെന്നുകൂടി അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ പഴയ അമ്പല സെക്രട്ടറി, ഉത്സവ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരെയും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുകയാണ്. എല്ലാവരുടെയും ഒത്തൊരുമോട് കൂടി ഉണ്ടായതുകൊണ്ട് മാത്രമാണ്, ഒത്തൊരുമെന്ന് മാത്രം പോരാ, ചെറിയ സാമ്പത്തികം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അമ്പലത്തിന് മുന്നോട്ടുള്ള പ്രാർത്ഥനകൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയൂ. അതിന് ഓരോ ഭക്തരുടെയും അകമഴിഞ്ഞ സഹകരണം ഈ അമ്പലത്തിലും ഉണ്ടാകണം എന്നും അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ എന്നെയും എൻ്റെ സമുദായത്തെയും ഇവിടെ സ്നേഹിച്ച, എന്നെയും എൻ്റെ സമുദായത്തിനെയും ഇവിടെ വിളിച്ച അമ്പലത്തിലെ എല്ലാ ഭാരവാഹികൾക്കും, അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ സാദുഷ്ടമായ ആഹാരം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ കലവറ അംഗങ്ങൾക്കും, അതുപോലെ ഇവിടെ ലൈറ്റും മറ്റു സാമഗ്രികൾ ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ലൈറ്റ് അറേഞ്ച്മെന്റുകൾക്കും ക്യാമറമാനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിപ്പിച്ചുകൊണ്ടും എന്നെയും എൻ്റെ സമുദായത്തിൻ്റെയും എല്ലാവിധ ആശംസകൾ അറിയിപ്പിച്ചുകൊണ്ടും സ്വാമി ശരണമയ്യപ്പ നിർത്തുന്നു. അടുത്തത് ഉത്സവാശംസകൾ നേരുന്നതിന് വേണ്ടി ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ MG ദേവദാസ് അവരെ ക്ഷണിക്കുന്നു. സ്വാമി ശരണം. ഉത്സവാശംസകൾ ഞങ്ങളുടെ ഒരു ഒക്ടോബർ 13 തൊട്ട് തുടങ്ങിയത് എല്ലാവരും ക്ഷണിച്ചിട്ടും അതായത് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് നമ്മൾ കൊടിയേറിയിരിക്കുന്നു. നല്ല രസമായിട്ട് ഈ പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം നല്ല ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ നമ്മുടെ 8 ദിവസവും അമ്പലത്തിലെ കാര്യങ്ങളും ഈ സ്റ്റേജിലെ കാര്യങ്ങളും നല്ല വൃത്തിയായി നടക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. സ്വാമി ശരണമയ്യപ്പ. അടുത്തത് ക്ഷേത്രം സെക്രട്ടറി ശ്രീ മോഹനൻ പിള്ളൈ അവരെ 2 വാക്ക് പറയാനായി ക്ഷണിക്കുന്നു. അദ്ദേഹം കൃതജ്ഞത എന്ന ചടങ്ങ് നിർവഹിക്കുന്നതാണ്. സ്വാമിയെ ശരണമയ്യപ്പ. അങ്ങനെ നമ്മുടെ നാട്ടിലെ ഒരു ഉത്സവം കൂടി കൊടിയേറിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ കാലങ്ങളിൽ ഭക്തജനങ്ങൾക്കറിയാം, ക്ഷേത്രത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. എല്ലാവരോടും എനിക്ക് അപേക്ഷിക്കാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്രാവശ്യം നമ്മൾ 7 ദിവസത്തെ പ്രോഗ്രാമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. കലാപരിപാടികൾ അവതരിപ്പിക്കാൻ നമ്മളുടെ കുഞ്ഞുങ്ങൾ തന്നെ തയ്യാറായി വന്നപ്പോൾ അയ്യപ്പൻ്റെ മുമ്പിൽ അവർക്കൊരു വേദി ഒരുക്കി കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ആരെയും കൈവിട്ടാതിരിക്കാൻ വേണ്ടി 7 ദിവസത്തെ പ്രോഗ്രാമാക്കി നമ്മൾ മാറ്റിയിരിക്കുകയാണ്. പള്ളിവേട്ടയുടെ അന്നും പള്ളിവേട്ട എത്തിച്ചേർന്നതിന് ശേഷം നമുക്ക് ഒരു
സംഘത്തിൻ്റെ പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ ഇവിടെ ഉത്സവത്തിന് പുറത്തുനിന്ന് ആരും വരാറില്ല. കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത് നമ്മളുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ 9 മണി മുതൽ ആരംഭിച്ച് 11 മണി, മാക്സിമം 11:30 തീർക്കത്തക്ക രീതിയിലാണ് പരിപാടികൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ 11 മണി വരെ ഈ എല്ലാ അമ്മമാരും അങ്കിളന്മാരും ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഈ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥന മാത്രമാണ് എനിക്ക് വയ്ക്കാനുള്ളത്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അങ്കളേശ്വരത്ത് മറ്റൊരു വേദിയില്ല. അവരുടെ താല്പര്യം ബാക്കിയുള്ളവരെ, നമ്മുടെ നാട്ടിലുള്ളവരെ അറിയിക്കാൻ നമ്മൾ അമ്പലത്തിൽ ഒരു വേദി കൊടുക്കുകയാണ്. എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഇനി എന്നെ ഏൽപ്പിച്ച കർത്തവ്യത്തിലേക്ക് കിടക്കാം. എല്ലാ വർഷവും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ അതിഥികൾ എത്താറുണ്ട്. അവരുടെ സഹായ സഹകരണങ്ങൾ നമ്മൾക്ക് നൽകാറുണ്ട്. ഉത്സവത്തിൻ്റെ വിജയത്തിന് വേണ്ടി അവരും നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാറുണ്ട്. ഈ വർഷവും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ അങ്കളേശ്വർ മലയാളി അസോസിയേഷന്റെ ആദരണീയനായ ട്രഷറർ ശ്രീ ജോ മാത്യു അവർക്ക് അയ്യപ്പ സേവാ സമിതിയുടെയും 2025 ഉത്സവ കമ്മിറ്റിയുടെയും പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അടുത്തതായി പഞ്ചജന്യ കലാ സാംസ്കാരിക വേദി എടുത്തു പറയുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും ക്ഷേത്രത്തോട് ചേർന്ന് ക്ഷേത്ര കമ്മിറ്റിയിൽ തന്നെ കൂടി അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരങ്ങളാണ്. ക്ഷേത്രത്തിൻ്റെ ഏത് കാര്യത്തിനും അവർ നമുക്ക് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. പാചകത്തിന്റെ സെക്രട്ടറി ശ്രീ നന്ദു എൻ നായർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി. അദ്ദേഹത്തിനും ഉത്സവ കമ്മിറ്റിയുടെയും ക്ഷേത്ര കമ്മിറ്റിയുടെയും നല്ലവരായ എല്ലാ ഭക്തജനങ്ങളുടെയും പേരിലുള്ള അഗൈതവമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അടുത്തത് SNCT ശ്രീനാരായണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആദരണീയനായ അധ്യക്ഷൻ ശ്രീ കെ രാജൻ അവർ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും സാധാരണയായി അവരുടെ ചെയർമാൻ എത്താറുള്ളതാണ്. അദ്ദേഹം നാട്ടിലായതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് എത്താൻ കഴിയാതെ പോയതാണ്. അദ്ദേഹത്തിനും ശ്രീ രാജൻ അവർക്കും ക്ഷേത്ര കമ്മിറ്റിയുടെയും ഉത്സവ കമ്മിറ്റിയുടെയും പേരിലുള്ള അഗൈതവമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അടുത്തതായി നായർ സർവീസ് സൊസൈറ്റി അങ്കളേശ്വരന്റെ സമാരാധനായ അധ്യക്ഷൻ ശ്രീ എസ് രാധാകൃഷ്ണപിള്ള നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി നീണ്ട ഒരു പ്രസംഗവും കാഴ്ചവെച്ചു. അദ്ദേഹത്തിനും ക്ഷേത്ര കമ്മിറ്റിയുടെയും ഉത്സവ കമ്മിറ്റിയുടെയും പേരിലുള്ള അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനി ഒരാള് പിന്നാമ്പുറത്തുണ്ട്. അദ്ദേഹം ഒരതിഥിയല്ല, നമ്മളെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. എങ്കിലും പേരിവിടെ പരാമർശിച്ചു പോയതുകൊണ്ട് അദ്ദേഹത്തിന് 2025 ഉത്സവ കമ്മിറ്റി കൺവീനർ ശ്രീ KN മധു അവർക്കും ക്ഷേത്ര കമ്മിറ്റിയുടെയും ഉത്സവ കമ്മിറ്റിയുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു 8 ദിവസത്തേക്ക് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാവരും ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടാകും എന്ന വിശ്വാസത്താൽ എല്ലാവരും ഉണ്ടാകണം എന്ന പ്രാർത്ഥനയോടെ സ്വാമിയേ ശരണമയ്യപ്പ. കലാസ്നേഹികളെ, ഇന്നാട്ടിലെ കലാകാരന്മാരും കലാകാരികളും കൊച്ചുകുട്ടികളും കൂടി ചേർന്ന് അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ അടുത്ത 7 ദിവസം ഈ വേദിയിൽ
നടക്കുന്നതാണ്. അതിനുവേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും അനുഗ്രഹങ്ങളും അവർക്ക് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും ഒപ്പം നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടും ആശീർവാദത്തോടും ഈ വേദി ഈ കലാ സംഘടനകൾക്ക് വേണ്ടി കൈമാറുകയാണ്. നന്ദി, നമസ്കാരം. കലാസന്ധ്യയുടെ തിരിതെളിഞ്ഞ ഈ ധന്യനിമിഷത്തിൽ ഒന്നാം തിരുവുത്സവ പരിപാടികളുടെ ഔപചാരികമായ തുടക്കം ഇപ്പോൾ നമ്മൾ കുറിക്കുകയാണ്. പാഞ്ചജന്യ കലാസാംസ്കാരിക വേദിക്ക് ഇന്നേ ദിവസം ഈ കൊടിയേറ്റ് ദിവസം ഈ കളിയരങ്ങിൽ കലാചാതുരികൾ പ്രകടിപ്പിക്കുവാൻ അവസരം തന്ന ശ്രീ അയ്യപ്പ സേവാ സമിതിയുടെ സർവ ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും ഒപ്പം ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങൾക്കും ഞങ്ങൾക്കുള്ള നിസ്സീമമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ കലാസന്ധ്യയ്ക്ക് 2 ഭാഗങ്ങളാണ്. ആദ്യത്തെ ഒരു ഭാഗത്തിൽ നമ്മുടെ ഈ നാടിൻ്റെ പൊന്നോമനകളായ കുട്ടികൾ അവരുടെ കലാ നിപുണത പ്രകടിപ്പിക്കുന്ന വേദിയായിരിക്കും. തുടർന്ന് ഒരു ഭാഗം പാഞ്ചജന്യ കലാ സാംസ്കാരിക വേദി എന്ന സംഘടനയുടെ മുഖമുദ്രയായ പുണ്യ പുരാണ കഥകൾ പറയുന്ന ആ ഒരു രീതി നമ്മൾ ഇത്തവണയും പിന്തുടരുകയാണ്. 2ാം ഭാഗത്തിൽ ഏറെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, അഭിമാനത്തോടെ, ആദരവോടെ ഭക്തിപുരസരമായ ഒരു സ്നേഹബന്ധത്തിന്റെ കഥ പാഞ്ചജന്യ കലാ സാംസ്കാരിക വേദി എന്ന് പറയുന്നു. ശ്രീകൃഷ്ണ കുചേല. ഈ 2 ഭാഗങ്ങളിലും ആദ്യന്തം നിങ്ങളുടെ സഹകരണം, സാന്നിധ്യം, പിന്തുണ, പ്രോത്സാഹനം എന്നിവ ഏറ്റവും ഉയർന്ന തലത്തിൽ ഉണ്ടാകണമെന്ന അഭ്യർത്ഥനയോടെ നിങ്ങളുടെ ഏവരുടെയും അനുമതിയോടുകൂടി ഈ 1ാം ദിന പരിപാടികൾക്ക് ഞങ്ങൾ തുടക്കം കുറിക്കുന്നു. ഇതിന്റെ ഔപചാരികമായ തുടക്കം കുറിക്കുന്നതിന് പാഞ്ചജന്യ കലാ സാംസ്കാരിക വേദിയുടെ മുഴുവൻ ഭരണസമിതി അംഗങ്ങളും ഈ വേദിയിൽ എത്തണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. വേദിയുടെ മുഴുവൻ ഭരണസമിതി അംഗങ്ങളും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഈ കലാസായാഹ്നത്തിന് ഇപ്പോൾ തുടക്കം കുറിക്കുകയാണ്. ആകാശം അഭയമല അയ്യപ്പൻ അമൃതകല. ആകാശം അഭയമല അയ്യപ്പൻ അമൃതകല. കാറ്റാടും കനകമല കായാമ്പൂ കളഭമല. മകരനിലാവിൻ മാമല മോക്ഷമുണർത്തും പൂമല. മകരനിലാവിൻ മാമല മോക്ഷമുണർത്തും പൂമല. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. सुर सुर गणपति सुंदर केश
षड्गिरितालमिदं तत्तत् षड्गिरितालमिदम् लम्बोदरवरकुञ्जासुरकृतकुङ्कुमवर्णधरम् श्वेतसशृङ्गं मोदकहस्तं प्रीतिसपनसफलम् नयनत्रयवरनागविभूषितनानागणपतिदम् तत्तत् नयनत्रयवरनागविभूषितनानागणपतिदम् तत्तत् नानागणपतिदम् तत्तत् नानागणपतिदम् धवलितजलधर धवलितचन्द्रं फणिमणिकिरणविभूषितखड्गं तनु विषहरशूलकपालं हर हर शिव शिव गणपतिमभयं तट विगलित मद जल जलधित गणपतिवाद्यमिदम् तट विगलित मद जल जलधित गणपतिवाद्यमिदम् तत्तत् गणपतिवाद्यमिदम् तत्तत् गणपतिवाद्यमिदम् तद्दिम्नं तरिकुतरि जणकुकुतद्दि कुकुतकिट डिं डिं गुडिगुणकुतद्दि तत्त झं झं तरित झं झं तरित तकत झं झं तरित झं झं तरित तरि दणत दण जणुत जणु दिमित किट तरिकिटो तकिट किट तरिकिटो तकिट किट तरिकिटो शशिकलित मौलिनं शूलिनं विमल शुभ कमल जल पादुकं पाणिनं क्रमथ गण गुण कथित शोभनं शोभितं मृदुल भुज सरसिज विषाणकं पोषणं वन सफल कदलि फल मोदनं मोदकं प्रमथ गुरु शिवतनय गणपति तालनं प्रमथ गुरु शिवतनय गणपति तालनं प्रमथ गुरु शिवतनय गणपति तालनं गणपति तालनं ता गणपति तालनं गणपति तालनं ता गणपति तालनं गणपति तालनं गणपति तालनं ഭരതനാട്യ ചുവടുമായി അരങ്ങിൽ കുമാരി ശിവദ. समयदि परशिव तांडव समयदि परशिव तांडव प्रदोष समयदि परशिव तांडव प्रदोष समयदि परशिव तांडव परम मंगल कला महोत्सव प्रदोष समयदि परशिव तांडव परम मंगल कला महोत्सव प्रदोष समयदि परशिव तांडव परम मंगल कला महोत्सव प्रदोष समयदि
पर्वतनन्दिनी दिव्यगायन पर्वतनन्दिनी दिव्यगायन पर्वतनन्दिनी दिव्यगायन परवशनाद परमेश्वरनाथन परवशनाद परमेश्वरनाथन तं तं दिगतक धिं 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 ननकटक दुं 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 दुंडकटक नं तं नं दिमकटक तं तं दिगतक धिं धिं ननकटक दुं दुं दुंडकटक नं नं दिमकटक तं दिगतक धिं ननकटक दुं दुंडकटक नं दिमकटक दिगतक जनकटक जुनकटक दिमकटक तं दितक झंडु धिं दितक झंडु दुं दितक जनकटक तं दितक झंडु धिं दितक झंडु दुं दितक जनकटक तं दितक जनकटक धिं दितक जनकटक तं दितक जनकटक तं दितक जनकटक तं दितक झंडु धिं दितक झंडु दुं दितक झंडु नं दितक जनकटक तं ततक धिं ततक तं परवशनाद परमेश्वरनाथन पर्वतनन्दिनी दिव्यगायन परवशनाद परमेश्वरनाथन प्रदोष समयदि परशिव ताण्डव परममङ्गलकला महोत्सव प्रदोष समयदि परशिव ताण्डव ಮೊಳಗಿದೆ ಮಂದಳಿ ಮೊಳಗಿದೆ ಮಂದಳಿ ತೋ ತಗದಿನಿ ತಗದಳು ಮೊಳಗಿದೆ ಮಂದಳಿ ತೋ ತಗದಿನಿ ತಗದಳು ಮೊಳಗಿದೆ ಮಂದಳಿ ತಗದಿಮಿ ತಗಜಳು ತಗದಿಮಿ ತಗಜಳು ತಗದಿನತು 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 ಮರುದನಿಗೈದಿದೆ ಹಿಮವರ್ಷಿಖರವು ಮರುದನಿಗೈದಿದೆ ಹಿಮವರ್ಷಿಖರವು ಮಹಾಗಣಪತಿಯ ತಾಳಮೇಳಕ್ಕೆ ಮಹಾಗಣಪತಿಯ ತಾಳಮೇಳಕ್ಕೆ ಮಹಾಶಿವನ ತಾಂಡವ ಮನೋದರವು ಮಹಾಗಣಪತಿಯ ತಾಳಮೇಳಕ್ಕೆ ಮಹಾಶಿವನ ತಾಂಡವ ಮನೋದರವು ಪ್ರದೋಷ ಸಮಯದಿ ಪರಶಿವ ತಾಂಡವ ಪರಮ ಮಂಗಳ ಕಲಾ ಮಹೋತ್ಸವ ಪ್ರದೋಷ ಸಮಯದಿ ಪರಶಿವ ತಾಂಡವ ಕೈಲಾಸವೇ ಧರೆಗೆ ನೀಡಿದೆ ಕುಣಿಯುತ್ತ ಕೈಲಾಸವೇ ಧರೆಗೆ ನೀಡಿದೆ ಕುಣಿಯುತ್ತ ಕಾಲವೇ ನಿಂತಿದೆ ಕಾಲವೇ ನಿಂತಿದೆ ಕಣ್ಣರಳಿಸುತ್ತ ಕೈಲಾಸವೇ ಧರೆಗೆ ನೀಡಿದೆ ಕುಣಿಯುತ್ತ ಕಾಲವೇ ನಿಂತಿದೆ ಕಣ್ಣರಳಿಸುತ್ತ ಪ್ರಣತಾರ್ತಿಹರನ ಪದ್ಮಚರಣಕ್ಕೆ ಪ್ರಕೃತಿ ಬೆಳಗುತ್ತಿದೆ ಪ್ರೇಮದಾರತಿಯ ಪ್ರಣತಾರ್ತಿಹರನ ಪದ್ಮಚರಣಕ್ಕೆ ಪ್ರಕೃತಿ ಬೆಳಗುತ್ತಿದೆ ಪ್ರೇಮದಾರತಿಯ
ഒരു കൃഷ്ണഭക്തി ഗാനത്തിന് ചലച്ചിത്രത്തിലൂടെ നമ്മൾ ആസ്വദിച്ച് മനോഹരമാക്കിയ ആ ഒരു ഗാനത്തിന് നൃത്തച്ചുവടുമായി മുന്നിലേക്ക് എത്തുന്നത് കുമാരിമാർ വേദലക്ഷ്മി ഒപ്പം കൃതിക. ദേവിക്ക് സ്തുതിയുമായി അരങ്ങിലെത്തുന്നു കുമാരി ശ്രീ പാർവതി. ഒരു
കൊന്നൊരു കാളി കുടിവിതറും വാളകുമാ കുടിതയായി കോപാന്തകയായി കുടികൊള്ളും ഈ കാവ് കാവിനരികിലെ നാടുകെട്ടി നോക്കുന്നൊരു കെട്ടിലവും എത്തിച്ച പുണ്യമാവും ഈ കുട്ടൻ പഠനം കഴിഞ്ഞങ്ങ് പോരും നാട് ഈ നാട് ഉണ്ണിയെ പെറ്റ നാട് ഏതാണ്ട് കടത്തനാട് കളരി പഠിച്ച് പടവും തടവും അറിവും നേടി മിടുക്കനായി മടങ്ങി വന്നു ഉണ്ണിക്കൊരു ബ്രഹ്മ സത്യവട്ടം ഉണ്ണിക്കു സമ്മാനം കസവുമുണ്ട് മൂധാവിൽ പെറ്റമ്മ ഉമ്മറച്ചു മനസ്സു കുളിർത്തമ്മ നോക്കിയിരുന്നു ഇന്നോളം കാര്യങ്ങൾ ചൊല്ലാനും ഉണ്ണിക്ക് ഒതിരീരോളം കേൾക്കാനും തമ്മക്കെ ഓരോന്ന് ചിന്തിച്ച് കാവിലെത്തി ഉണ്ണി കാലിയെ തൊഴുതന്നു നിന്നുപോയി ിളങ്ങുന്ന വാളേന്തി വിറച്ചുകാടി കോവിലിൽ നിന്നും പുറത്തു വന്നു എരിയുന്ന ദാഹം താവുവരളുന്നു ഉരുളിടണം ഭക്ഷണം രക്തം കുടിച്ചിടണം ഉള്ളിയുറഞ്ഞങ്ങ് ചൊല്ലികാടി മാതൃപാദം പോലെ മണ്ണൊന്നിച്ച് വിജയദേവിയെ ഏഴു ചുറ്റി പ്രണവിച്ച് ചമ്മടിഞ്ഞങ്ങ് വിഗ്രഹം പോലെ ഇരുന്നു ഇതിനെ പോലെയാണ് വീശി ദേവി കൊതിരുവോളം നിളം കുടിച്ചു പോലെ ഉണ്ണിതൻ ശിരസും വീണു ഉണ്ണിയെ തീര നടന്നു അമ്മ കാവിലെത്തി അമ്മ കുതിരപാനം ചെയ്യുകാളിയെ കണ്ട് ദുഃഖമുള്ളിൽ അഗ്നിയായി കത്തി ശോഭരഥാചാമുണ്ടിയായി കേൾക്കടി കേൾക്കടി കാളി പൊന്നുണ്ണിയില്ലാത്ത മണ്ണില് അമ്മയും വേണ്ടനി പെറ്റവയറിന്റെ നൊമ്പരമറിയാത്ത ദുഃഖേ ഇനി നീ ഉയർത്തുന്ന വാൾമുനകൾ നിൻതലയിൽ തന്നെ പതിച്ചിടട്ടെ നീ തന്നെ നിൻതല വെട്ടിപ്പൊളിക്കട്ടെ പെറ്റമ്മയും നീ പൊന്നുണ്ണിയും സത്യമേ നിനക്കു നൽകുന്ന ശാപം ഇരുതടയിൽ തലതല്ലി കരഞ്ഞമ്മ ഉണ്ണിതൻ അരികിൽ കിടന്നു വീണു നില്ലേ ചലനമറ്റു ഇന്നും ഓരോരോ കാവിലും കോമരം അടിമൂത്ത് തലതല്ലി ചോരയുതിർ തളരുമ്പോൾ കാവിലെ കാറ്റും കിളിയും പാടുന്നു കാളിക്കേറ്റ കൊടും ശാപകഥ പള്ളിവാളിന്റെ ശാപകഥ പള്ളിവാളിന്റെ ശാപകഥ. കൺകണ്ട ദൈവമായ ശ്രീ അയ്യപ്പൻ ധർമ്മശാസ്താവിനെ സ്തുതിക്കുന്ന ഗാനഗന്ധർവൻ ശ്രീ യേശുദാസിന്റെ ഏറ്റവും മനോഹരമായ ഒരു അയ്യപ്പ ഗാനത്തിന് നൃത്തച്ചുവടുമായി എത്തുന്നത്
കുമാരിമാർ നന്ദിത, ആതിര, നിവേദിത. പമ്പയാറിൻ പൊൻപുളിനത്തിൽ പനിമതി പോലൊരു പൈതൽ പന്തളമന്നൻ എടുത്തു വളർത്തി പർവ്വതമുകളിലിരുത്തി പടി 18 കെട്ടി 18ാം പടി കെട്ടി പമ്പയാറിൻ പൊൻപുളിനത്തിൽ പനിമതി പോലൊരു പൈതൽ പന്തളമന്നൻ എടുത്തു വളർത്തി പർവ്വതമുകളിലിരുത്തി ഹരിഹരസുതനായി മായാസുതനായി അഖിലാണ്ട കോടീശ്വരനായി ഹരിഹരസുതനായി മായാസുതനായി അഖിലാണ്ട കോടീശ്വരനായി അമരും ഭഗവാൻ അയ്യപ്പൻ താൻ അമരും ഭഗവാൻ അയ്യപ്പൻ താൻ അരചൻ കണ്ടൊരു പൈതൽ അരമണ പൂകിയ പൈതൽ പമ്പയാറിൻ പൊൻപുളിനത്തിൽ പനിമതി പോലൊരു പൈതൽ പന്തളമന്നൻ എടുത്തു വളർത്തി പർവ്വതമുകളിലിരുത്തി മന്നനു മകനായി മഹാജനത്തിനു ചിന്മയനായി പൊന്മലവാസൻ മന്നനു മകനായി മഹാജനത്തിനു ചിന്മയനായി പൊന്മലവാസൻ കൺമഷഹീനൻ ഭക്തജനത്തിനു കൺമഷഹീനൻ ഭക്തജനത്തിനു നന്മകൾ നൽകിയിരിപ്പു വന്മനമുകളിലിരിപ്പു പമ്പയാറിൻ പൊൻപുളിനത്തിൽ പനിമതി പോലൊരു പൈതൽ പന്തളമന്നൻ എടുത്തു വളർത്തി പർവ്വതമുകളിലിരുത്തി പടി 18 കെട്ടി 18ാം പടി കെട്ടി സ്വാമി ശരണം ശരണമെല്ലയ്യപ്പ 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 സ്വാമി ശരണം ശരണം മഹാദേവനെ സ്തുതിച്ചുകൊണ്ട് അരങ്ങിലേക്ക് എത്തുന്നു ഈ ഉത്സവവേദിയുടെ സജീവ സാന്നിധ്യമായ കുമാരി ആന്യ. Shiva Shambho Swayambho Shambho
शिव शम्भो स्वयम्भो शम्भो शिव शम्भो स्वयम्भो शम्भो शिव शम्भो स्वयम्भो शम्भो शिव शम्भो स्वयम्भो शम्भो शिव शम्भो स्वयम्भो गङ्गाधर शङ्कर करुणाकर मामव भवसागर तारक गङ्गाधर शङ्कर करुणाकर मामव भवसागर तारक शम्भो शिव शम्भो स्वयम्भो निर्गुण परब्रह्म स्वरूप गम गम भूत प्रपञ्च रहित निर्गुण परब्रह्म स्वरूप गम गम भूत प्रपञ्च रहित नीच गुण निहित निधान नीच गुण निहित निधान आनंद अतिशय अक्षय लिंग आनंद अतिशय अक्षय लिंग शम्भो शिव शम्भो स्वयम्भो धिमित धिमित धिमि धिमि किस किस तो धिमि किट तरि किट किट तो धिमित धिमित धिमि धिमि किट किट तो धिमि किट तरि किट किट तो मतंग मुनिवर वंदित ईशा सर्वदिगंबर वेष्टित वेशा मतंग मुनिवर वंदित ईशा सर्वदिगंबर वेष्टित वेशा नित्य निरंजन नित्य नटेशा ईशा सर्वेशा सर्वेशा शम्भो शिव शम्भो स्वयम्भो 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 शिव शम्भो स्वयम्भो ഒരു അയ്യപ്പസ്തുതി അരങ്ങിലെത്തുന്നു. ഏറ്റവും മനോഹരമായ ശ്രീ എം ജി ശ്രീകുമാറിന്റെ അയ്യപ്പ ഭക്തിഗാനം അരങ്ങിൽ നൃത്ത ചുവടുകളോടെ അവതരിപ്പിക്കുന്നത് കുമാരിമാർ ആര്യ ആരണ്യ. ശിവസുതനെ അയ്യപ്പ മാധവന്റെ തിരുമകനെ ശനിയുടെ ഹരനെ വരനെ നീ അരവണ മധുരം ധരണേ
നീരാടുകളണിയണ വരദനെ ചന്ദനത്തിൻ മണമുള്ള നന്ദനത്തിൽ കൂടികൊള്ളും മന്മധാരി ശിവസുതനി അയ്യപ്പ മാധവന്റെ തിരുമകനേ. മിഴികൾ നേടിയ കൺമണി നീ രാവിലെ എൻ മനസ്സിൽ പ്രണവം നീട്ടിയ ശങ്കുലി നീ വ്രതവും നോറ്റുവരുന്നവരിൽ പൊളിമങ്ങാതുള്ളൊരു നീത്തിരി നീ കരൾ നൊന്തു പാടുമൊരെന്റെ കണ്ണീരിൻ കണി മായ്ച്ചവനെ ുരമണി ചന്ദനത്തിൻ മണമുള്ള നന്ദനത്തിൽ കൂടികൊള്ളും മന്മധാരി ശിവസുതനി അയ്യപ്പ മാധവന്റെ തിരുമകനേ. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. മഞ്ഞിലെ മന്ദാകിനിയിൽ മകരം തൂകിയ ചന്ദ്രിക നീ പൂർണിമയിൽ പുഷ്കലയിൽ അരുണിമ ചൂടിയ നാഥൻ നീ പടികൾ കേറി വരുന്നവരിൽ അരിവെല്ലാമുള്ളൊരു പൊൻകണി നീ മുഖം കണ്ടു കൈതൊഴുമെന്റെ ജന്മത്തിൻ ശനി തീർത്തവനെ ശരണം തരണേ സ്വാമിയേ അയ്യപ്പോ ശരണം തരണേ. എന്നിലുള്ള ദേവാംശം നിൻ ശിലയുടെ നെറുകയിലുരുകിയ കൃതമണി ചന്ദനത്തിൻ മണമുള്ള നന്ദനത്തിൽ കൂടികൊള്ളും മന്മധാരി ശിവസുതനി അയ്യപ്പ മാധവന്റെ തിരുമകനേ. ശനിയുടെ ഹരനേ വരണേ നീ അരവണ മധുരം തരണേ മനസ്സിൻ പമ്പയിൽ നീരാടുക നീ ശരണ നദിയലകളണിയണ വരദനെ ചന്ദനത്തിൻ മണമുള്ള നന്ദനത്തിൽ കൂടികൊള്ളും മന്മധാരി ശിവസുതനി അയ്യപ്പ മാധവന്റെ തിരുമകനേ. ശരണം 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 സ്വാമിയപ്പ ശരണം 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 സ്വാമിയപ്പ ശരണം സ്വാമിയേ ശരണയ്യപ്പോ. ഒരു ദേവി സ്തുതിയുമായി അരങ്ങിലേക്ക് എത്തുന്നു കുമാരി അതിഥി സന്തോഷ്. Thank you.
स्तोत्रं पठेन्नर सदु सप्तशती संख्या वरम् आप्नोति सम्पदाम् रूपं देहि जयं देहि यशो देहि यशो जहि रूपं देहि जयं देहि यशो देहि यशो जहि रूपं देहि जयं देहि यशो देहि यशो जहि അങ്ങ് അകലെ മലമേലെയാണ് എൻ്റെ അയ്യപ്പൻ. ആ അയ്യപ്പനെ തേടിയെത്തുന്നു. ഒരിക്കൽ കൂടി കുമാരിമാർ വേദലക്ഷ്മി, കൃതിക. സന്നിധാനം ഇങ്ങിവിടെ താഴ്വരയിൽ എന്നേകാന്ത സഞ്ചാരം ശരണം ശരണം എന്റെ സ്വാമി എന്റെ വിളിയൊന്നു കേൾക്കെന്റെ സ്വാമി ഇരുമുടിയേക്കൂ സ്വാമി എന്റെ പാദങ്ങൾ നോവുകയല്ലോ പാടിങ്ങിരുമുടിയാകെ മലങ്കാറ്റേ തുലയുകയാ കാട്ടാനകളുടെ മേട്ടി കരിമ്പുലിയുടെ മൂളൽ കേട്ടു തുണയിവിടാരുമില്ല യാരുമില്ല പൊന്നയ്യപ്പനേ അങ്ങകളെ മലമേലെ എന്നയ്യന്റെ സന്നിധാനം തട്ടി തട്ടി തക്കടതക്കം തട്ടി തട്ടി തഞ്ചി നെഞ്ചുടുക്ക് കൊഞ്ചി തഞ്ചി കൊഞ്ചി നെഞ്ചുടുക്ക് ശരണം ശരണം എന്റെ സ്വാമി ശരണം ശരണം എന്റെ സ്വാമി തങ്കടതക്കം തട്ടി തട്ടി തക്കടതക്കം തട്ടി തട്ടി തഞ്ചി നെഞ്ചുടുക്ക് ദീപാരാധനയ്ക്ക് സോപാനത്തിലൊന്ന് തൊഴുതു മടങ്ങാൻ മോഹം വാക്കിൻ പൂവിരുത്ത് പാട്ടി കോർത്തെടുത്ത് ചാർത്താൻ
ശരണം ശരവണ സോദര ശരണം ശരണമപ്പ ഹരിഹര സുധനെ ഗിരിവര നിലയ ശരണം ശരണമപ്പ തിരുവാഭരണം ചാത്തിയ രൂപം കാണാൻ തുണ വേണം അയ്യനെ കാണാൻ തുണ വേണം അങ്ങകളെ മലമേലെ എന്റെ സന്നിധാനം ഇന്നിവിടെ താഴ്വരയിൽ എന്നെ കാന്ത സഞ്ചാരം ശിവസ്തുതിക്ക് രംഗാവിഷ്കാരം നൽകിക്കൊണ്ട് ഈ അരങ്ങിലേക്ക് എത്തുന്നു കുമാരിമാർ ദേവിക, നിവേദിത, നീതു, അരുണിമ. ഗാനങ്ങളുടെ ഒരു റീമിക്സ് അവതരണത്തിന് വേദിയിൽ നൃത്താവിഷ്കാരം ഒരുക്കുന്നു കുമാരിമാർ
രേഷ്മ രശ്മി. മധുരമധുരമായ വേണുഗീതം കേൾക്കുന്നു. ആ വേണുഗീതത്തിന് കാതോർത്ത് ഈ വേദിയിലേക്ക് എത്തുന്നത് കുമാരിമാർ അനന്യ, തീർത്ഥ, ശിവദ, തനുഷ. മധുര മധുര വേണുഗീതം, മധുര മധുര വേണുഗീതം, മധുര മധുര വേണുഗീതം, മധുര മധുര
വേണുഗീതം മധുര മധുര വേണുഗീതം മധുര മധുര വേണുഗീതം മോഹ മദന കുസുമ സുകുമാര ദേവ മധുര മധുര വേണുഗീതം മോഹ മദന കുസുമ സുകുമാര ദേവ മധുര മധുര വേണുഗീതം മോഹ മദന കുസുമ സുകുമാര ദേവ മധുര മധുര വേണുഗീതം മൃദുതര പല്ലവ പദകരയുഗവര മൃദുതര പല്ലവ പദകരയുഗവര മുദിത മനോഹര മോഹന ഗിരിധര മുദിത മനോഹര മോഹന ഗിരിധര മുദിത മനോഹര മോഹന ഗിരിധര മധുര മധുര വേണുഗീതം വിധകളഭ കസ്തൂരി തിലകഗന്ധം ബഹുവിധ കളഭ കസ്തൂരി തിലകഗന്ധം ബഹുവിധ കളഭ കസ്തൂരി തിലകഗന്ധം സുഗന്ധം സമം സമാഗമ കുകുകുകുവിധ കോകില കലരവ കുജിത വൃന്ദാവന സരണ കുകുകുകുവിധ കോകില കലരവ കുജിത വൃന്ദാവന സരണ മാഗീന്ദ്രതി കജുരി കോമള കമൃദു മന്ദഹാസവദന മാഗീന്ദ്ര നീലജുരി കോമള കമൃദു മന്ദഹാസവദന ചന്ദ്ര സൂര്യനയന നാഗേന്ദ്ര ശയന രമണ ചന്ദ്ര സൂര്യനയന നാഗേന്ദ്ര ശയന രമണ കുതി കുതി ചൈ തജം ഗരി നഗ തജം തജം താരാരാര കുതി കുതി ചൈ തജം ഗരി നഗ തജം തജം വിമാരി ദദനം തക്കിത സരിമപനി തക്കിത്തളാമുദഗ തകരിത്തളാമുദഗ തകരിത്തളാമുദഗ മധുര മധുര വേണുഗീതം മോഹ മദന കുസുമ സുകുമാര ദേവ മധുര മധുര വേണുഗീതം മോഹ മദന കുസുമ സുകുമാര ദേവ മധുര മധുര വേണുഗീതം വേണുഗീതം നൃത്തച്ചൂടൊരുക്കുന്നു കുമാരിമാർ ദേവിക അശ്വതി. शशिधर गज चर्मांबर गंगाधर हरणे सुंदर हर हर गौरी मनोहर जय परमेश्वरने शंकर शशिधर गज चर्मांबर गंगाधर हरणे
സുന്ദര സ്വരഹര ഗൗരി മനോഹര ജയ പരമേശ്വരനേ ജയ ജയ ശങ്കരനേ ജയ വിശ്വേശ്വരനേ ജയ ജയ ശങ്കരനേ ജയ വിശ്വേശ്വരനേ गिरीश महेश उमेश जय विश्वेश्वरने शूलिकपर्थि त्रिनेत्र त्र्यंबक जय मृत्युंजयने गिरीश गिरीश महेश उमेश जय विश्वेश्वरने शूलिकपर्थि त्रिनेत्र त्र्यंबक जय मृत्युंजयने जय मृत्युंजयने भक्तिगे बेगने बुलियुव देवने जय त्रिपुरांतकने ಬೇಡಿದ ವರಗಳ ಆಕ್ಷಣ ನೀಡುವ ಸಾಂಬ ಸದಾಶಿವನೇ ಭಕ್ತಿಗೆ ಬೇಗನೆ ಒಲಿಯುವ ದೇವನೇ ಜಯ ತ್ರಿಪುರಾಂತಕನೇ ಬೇಡಿದ ವರಗಳ ಆಕ್ಷಣ ನೀಡುವ ಸಾಂಬ ಸದಾಶಿವನೇ ಜಯ ಜಯ ಶಂಕರನೇ ಜಯ ವಿಶ್ವೇಶ್ವರನೇ ಜಯ ಜಯ ಶಂಕರನೇ ಜಯ ವಿಶ್ವೇಶ್ವರನೇ ಋಷಿಗಳ ಹೃದಯದಿ ಮನೆಯನ್ನು ಮಾಡಿದ ತ್ರಿಭುವನ ಪಾಲಕನೇ ಲೋಕವ ರಕ್ಷಿಸಿ ವಿಷವನೆ ಕುಡಿದ ಕರುಣಾಸಾಗರನೇ ಋಷಿಗಳ ಹೃದಯದಿ ಮನೆಯನ್ನು ಮಾಡಿದ ತ್ರಿಭುವನ ಪಾಲಕನೇ ಲೋಕವ ರಕ್ಷಿಸಿ ವಿಷವನೆ ಕುಡಿದ ಕರುಣಾಸಾಗರನೇ ಕರುಣಾಸಾಗರನೇ ಶಂಕರ ಶಿಖರ ಗಜ ಚರ್ಮಾಂಬರ ಗಂಗಾಧರನೇ ಸುಂದರ ಸ್ವರಹರ ಗೌರಿ ಮನೋಹರ ಜಯ ಪರಮೇಶ್ವರನೇ ಜಯ ಜಯ ಶಂಕರನೇ ಜಯ ವಿಶ್ವೇಶ್ವರನೇ ಜಯ ಜಯ ವಿಶ್ವೇಶ್ವರನೇ ಶಶಿಧರನೇ ಹರನೇ ഒന്നാം തിരുവുത്സവ കലാപരിപാടികളുടെ ഭാഗമായി പാഞ്ചജന്യ കലാസാംസ്കാരിക വേദി അവതരിപ്പിക്കുന്ന കലാസന്ധ്യയുടെ ഒന്നാം ഭാഗം ഭഗവാന്റെ പടിപ്പാട്ടോടുകൂടി അവസാനിക്കുകയാണ്. തുടർന്ന് രണ്ടാം ഭാഗത്തിൽ മുൻപ് പ്രഖ്യാപിച്ചതുപോലെ ഒരിക്കൽ കൂടി ഒരു പുരാണ കഥയുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നു. അതിൻ്റെ ആദ്യാവസാനവും നിങ്ങൾ ഇപ്പോൾ നൽകിയ പ്രോത്സാഹനവും പിന്തുണയും സഹകരണവും ഉണ്ടാവണം എന്ന അഭ്യർത്ഥനയോടെ ഭഗവാന്റെ പടിപ്പാട്ടിലേക്ക് അതിൻ്റെ നൃത്ത ആവിഷ്കാരത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അരങ്ങത്ത് കുമാരിമാർ അതിഥി കൃത്യ ശരണമയ്യപ്പോ തൊഴുതു ഞാനൊന്നാം തിരുപ്പടിയണഞ്ഞതു മകണ്ടകൾ നീങ്ങി പവിത്രമായി മമ മനം ഹരിഹര സുതനേ രണ്ടാം തിരുപ്പടി ദുരിതം തീർക്കാൻ കയറി വരുന്നിത മുക്കണ്ണൻ സുതനേ മൂന്നാം തിരുപ്പടി തന്നിൽ പേടിയുമോടിയ കന്നിടും കനിവുറും നാലാം തിരുപ്പടി കേറവെ ഞാൻ എന്ന ഭാവം മറന്നു വരുന്നു തൊഴുതു ഞാൻ ഒന്നാം തിരുപ്പടിയണഞ്ഞതു മകണ്ടകൾ നീങ്ങി പവിത്രമായി മമ മനം കരുണതനഞ്ചാം തിരുപ്പടി കയറിയിൽ മണികണ്ഠൻ നമ്മളിൽ മധുരം നിറച്ചിടും അരുമുഖ സോദരൻ ആറാം തിരുപ്പടി കേറിയ
വീണ്ടും ഏഴാം തിരുപ്പടി കയറി വരുന്ന നേരം നെയ്യിൻ സുഗന്ധം എങ്ങും പരന്നു പരന്നു വരും. എട്ടാം തിരുപ്പടി കേറും നേരമുള്ളിൽ പദയുഗണം നിറഞ്ഞു നിറഞ്ഞു നിൽക്കും. വേദത്തിൻ സാരമം ഒമ്പതാം തിരുപ്പടി വീണു നമസ്കാരം ചെയ്തു വരുന്നു ഞാൻ. പന്തളരാജന്റെ പത്താം തിരുപ്പടി സങ്കടം തീർക്കുന്നു, മഹിമകൾ വിടരുന്നു. 11-ാം തിരുപ്പടി ഭക്തിയോടെ പാടി അഴിമതി മുഖം കണ്ടതും വിനകളും അകന്നു പോയി നിറയുന്ന മുഖമോടെ. 12-ാം തിരുപ്പടി കയറി വരുമ്പോൾ കൺകൾ നിറഞ്ഞുപോയി. 13-ാം തിരുപ്പടി കയറി വരുമ്പോൾ അയ്യപ്പൻ സംഗീതം മലയിൽ മുഴങ്ങുന്നു. 14-ാം തിരുപ്പടി നമ്മൾ നമ്മെ അറിയുവാൻ തത്വമസി എന്നുള്ള മൊഴിമല കണ്ടു നിജരേ. பதினஞ்சாம் திருப்படி கயரும் நேரம் என் பஞ்சேந்திரியங்களில் பற்றி நிறைந்து போய். 16-ஆம் திருப்படி ஏறும் நேரம் தான் அன்பிന്റെ அம்புகள் ஐயப்பன் பொழிஞ்சிடும். 17-ஆம் திருப்படி கயறிடும் வேளையில் கரிமுக சோதர രൂപം തെളിയുന്നു. മുത്തിയുടെ അതിരാകും 18-ാം പടിയിൽ തൊഴുകയുമായി നിന്നു ദേവനെ കണി കാണമയ്യന്നയ്യ നിന്റെ നാമം പാടിടുന്ന ഭക്തനെ മന്ദസ്മിതമോടെ നിന്റെ അരികിൽ നിൽക്കൂ. ശബരിമലയിലും എന്റെ മനസ്സിലും പാടുന്നു നിൻ രൂപം സ്വാമിയേ ശരണമയ്യപ്പ.